അല്ല, ഇന്നലെ സിനിമ ഇറങ്ങിയല്ലോ. സിനിമയ്ക്ക് ഇച്ചിരി നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എവിടെ അനുവദിക്കില്ലല്ലേ? എവിടെ ചെന്നാലും കച്ചറ, കച്ചറാണ് ഞാനും കച്ചറ. അച്ഛനെ കൂടെ കാണിക്കാന്ന് വിചാരിച്ച് ഞാൻ വന്നതാ. വരവ് ഡയറക്ടർ none other than ഷാജി കൈലാസ്. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരാണ് ഷാജി കൈലാസ്. ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് അന്തം വിട്ടിട്ടുണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ. അതായത് ഷാജി കൈലാസ് AK സജിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ധ്രുവം പോലുള്ളൊരു സിനിമ. പക്ഷെ എഴുതി വന്നപ്പോ ഇതൊരു ശവമായിപ്പോ, ഒരു ചത്ത സിനിമ. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. അസൂയ പിടിച്ച തെണ്ടി. ഒരു ഇമോഷൻസും വെക്കാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുള്ള ഒരു അപരാധ സിനിമ. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. ഒരു മുറിപ്പിക്കലും മടിപ്പിക്കലുമാണ്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഞാൻ പറഞ്ഞില്ലേ, ഡ്രോൺസ് ചുമ്മാ വഴിതെറ്റൊക്കെ പറക്കുക. അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റർ. എന്ത് പറ്റിയോ അദ്ദേഹത്തിന്? ഇതില് ഷാജി കൈലാസിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ. അത് ഇതിനകത്ത് വന്നപ്പോഴേക്ക് പൊന്തക്കാട്ടിലും കുറ്റിക്കാട്ടിലും പുല്ലിനിടയിലൊക്കെ കിടന്നിട്ടാണ് എത്ര പേരെ താൻ ഈ തൂക്കി കൊല്ലാൻ വിളിച്ചിട്ടുണ്ട്. അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? ഞാൻ നോക്കുമ്പോ ജോജു പാറപ്പുറത്തിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീനാ. സിഗരറ്റ് ഒക്കെ വലിക്കുന്നത് തോന്നുന്നു. അപ്പൊ മുന്നിൽ പുല്ല്, ജോജുവിന്റെ ഫേസ് കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ജോജുവിന്റെ അഭിനയം നമുക്ക് കാണാൻ പറ്റുമോ? പുല്ല് വെച്ച് മറിച്ചെറിയുന്നേ. അങ്ങനെ ഉടനീളത്തിൽ കുറെ പരിപാടി. അങ്ങനെ ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഓഹോ, അതും ലീക്ക് ഔട്ട് ആയോ? ടെക്നിക്കലി വെരി ബാഡ്. എന്തൊക്കെയോ ജഗപൊക കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. പാട്ടൊക്കെ എന്റെ പൊട്ടോ, ലില്ലിപ്പൂവേ ലില്ലിപ്പൂവേ, എന്തൊരു ക്രിഞ്ചാ. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. കാശ് തട്ടാൻ വേണ്ടി തന്നെ നമ്മളെ തേടി വന്ന പോലുണ്ട്. കാലം തെറ്റി ഇറങ്ങി. എനിക്ക് 90s ഇറക്കിയ പോലെ ഇത് പാടാം കണ്ടു തീർക്കാൻ. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കോക്ക് എന്ന് പറഞ്ഞത്. അദ്ദേഹം ഗംഭീരമായിട്ട് വിമർശിക്കും. നമുക്ക് അനുസരിച്ചിട്ട് അതിനെ എനർജി പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റും. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കറക്റ്റാണ്. പുള്ളിയുടെ ഇതിനകത്ത് ആംഗിളിൽ വെച്ച് നോക്കുമ്പോൾ പുള്ളി കറക്റ്റാണ്. കഞ്ചാവ് അടിച്ചോണ്ട് എഴുതിയതാ. ഞാൻ ഇപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഇത്ര വലിയ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാൽ ഇതൊന്ന് ഭയങ്കര പടമാണോ? നീ പോടേ, പല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. നമ്മൾ സിനിമ ഉണ്ടാക്കി, കുറെ ആൾക്കാർക്ക് ഇഷ്ടമില്ല. അത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരാൾ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ഭയങ്കര കുഴപ്പമാണ്. അപ്പൊ അവർക്ക് ഉദ്ദേശം എന്താണ്? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഞാൻ എന്റെ ടൈപ്പ് മേക്കിങ്ങിൽ അവർ എന്റെ കുത്തിക്കയറണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ആയിട്ട് സ്റ്റൈലിൽ പോട്ട് പോനെ. നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാറുമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഇത്തിരി ദയുണ്ടായാൽ മതി. 8 പേര് ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഹോൾ കേരളത്തിലെ മൊത്തം സിനിമാക്കാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. നീ എന്നെ തെറ്റിദ്ധരിച്ചത് എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ എങ്ങനെ എന്നെ ചെയ്യും? നീ അത് അടിച്ചേൽപ്പിക്കരുത് മറ്റുള്ളവർ. ഒരിക്കലില്ല, അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ അറിയാലോ, കുടലെടുക്കുക. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഡിനോ ഫസ്റ്റ് ഒരു ഗോള് വാങ്ങിച്ചിട്ടാണ്, 2 ഗോള് വാങ്ങിച്ചു ആദ്യം. അത് കഴിഞ്ഞ് 1 ഗോള് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചടിച്ച് സെമിയിലെത്തിയത്, അല്ല ഫൈനലിലെത്തിയത്. അതേപോലെ ഞാൻ മേടിക്കുന്നതിൽ തിരിച്ച് അടിച്ചിരിക്കും, യാതൊരു സംശയം വേണ്ട. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.